മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. എന്താ ഇവിടെ നിൽക്കുന്നതെന്നല്ലേ, ഞങ്ങൾ മൂകാംബിക പോവാണ്. മൂകാംബിക, കുടജാദ്രി, അങ്ങനെ ഒരു ചെറിയ ട്രിപ്പിന് പോവാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കുടജാദ്രി ട്രക്കിങ്ങിനാണ് പോകുന്നത്. സോ ദിസ് വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി ഓൺ കുടജാദ്രി ട്രക്കിംഗ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഒരു 5:30 ആയിട്ടുണ്ട്. ഈവനിങ് 5:45 കേട്ടോ നമ്മളുടെ ട്രെയിന്. ആൻഡ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ 6:40 നമ്മൾ മൂകാംബിക എത്തുന്നത് കേട്ടോ. മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. മൂകാംബിക അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. അപ്പോൾ ഇതേ നമ്മുടെ ട്രെയിൻ വന്നിട്ടോ. ഇതല്ല അതാണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി. ഇനി കയറട്ടെ, ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ 6:45 മൂകാംബിക എത്താൻ ട്രെയിൻ 8 മണിയായപ്പോഴാണ് മൂകാംബിക എത്തിയത് കേട്ടോ. കുറേ ഇടത്ത് പിടിച്ചൊക്കെ ഇട്ട് സ്ലോയിൽ അങ്ങനെ ആടി നമ്മൾ 8 മണിയായപ്പോഴാണ് മൂകാംബിക എത്തിയത്. അങ്ങനെ നമ്മുടെ പ്ലാൻ കംപ്ലീറ്റ്ലി ഒന്ന് മാറിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡേ അമ്പലത്തിലൊക്കെ തൊട്ടിട്ട് ഉച്ച കഴിഞ്ഞ് കുടജാദ്രി പോവാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇരുന്നെങ്കിലും സമയം ഇത്ര ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ നല്ല രീതിയിൽ ടയേർഡായി. ഇനി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പിന്നീട് കുടജാദ്രി പോകാനൊക്കെ പറയുമ്പോൾ നല്ല ലേറ്റ് ആവും, അതേപോലെ നല്ല രീതിയിൽ ടയേർഡാവും. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആദ്യം കുടജാദ്രി പോവാം, പോയിട്ട് വന്നതിന് ശേഷം പിന്നെ വൈകിട്ടൊന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് നാളെ ഒന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കുറച്ചൊന്ന് നടന്നാൽ മതി. ഇല്ലെങ്കിൽ ക്യാബിനൊക്കെ 1000 രൂപയാണ് കേട്ടോ. ഓട്ടോയ്ക്കാണെങ്കിലും ക്യാബിനാണെങ്കിലും 1000 രൂപയാണ്. ജസ്റ്റ് കുറച്ചും കൂടി നടക്കാവുന്നുള്ളൂ. ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, ഒരു 1 hour അത്രയും ഉണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വരെയുള്ള ട്രാവൽ. അങ്ങനെ നീണ്ട 1 മണിക്കൂറിൻ്റെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മൂകാംബിക അമ്പലത്തിൻ്റെ അടുക്ക് എത്തി കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ഇറങ്ങിയും കുറച്ചും കൂടെ നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതേ പെട്ടിയും പ്രമാണമൊക്കെ തൂക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേക്ക് എടുത്തിരിക്കുന്ന ലോഡ്ജ് എന്ന് പറയുന്നത് ചിത്രമൂല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ വലിയ സെറ്റപ്പോ സംഭവമൊന്നും ഇല്ല. സാധാരണ ഒരു റൂംസൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പോൾ രാവിലെ തന്നെ കുടജാദ്രിയിലേക്ക് പോകാനാണ്. അപ്പോൾ നമ്മളിതേ ജീപ്പൊക്കെ തപ്പി ഇറങ്ങിയതാണ്. ജീപ്പൊക്കെ ഈ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ജീപ്പും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളുടെ കുടജാദ്രിയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങി. പിന്നെ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ റൂമിൽ പോയി ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ സൗവർണിക നദിയിലേക്കാണ് പോയത് കേട്ടോ. അവിടെ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും സൗവർണിക പോകണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കാരണം നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ടൈം കാണത്തില്ല. സോ ഇന്ന് നമുക്കിവിടെ എല്ലാം പോകാമെന്ന് കരുതി ഞങ്ങൾ സൗവർണിക നദിയിലൊക്കെ പോയി കുളിച്ചിട്ടാണ് പിന്നെ റൂമിൽ വന്ന് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത്. ഒരു ജീപ്പിൻ്റെ റേറ്റ് വരുന്നത് 3000 ആണ് കേട്ടോ. നിഹി ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കുടജാദ്രിക്ക് പോകുന്നത്. സോ നമ്മളെല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ ട്രക്കിങ് അതേപോലെ ഈ ജീപ്പിലുള്ള യാത്രയൊക്കെ എന്താക്കും എന്നറിയില്ല, എന്നാലും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കുടജാദ്രിയിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിട്ടൂർ ശിവമോഗ വില്ലേജിൽ നിന്നാണ് കേട്ടോ. ആൻഡ് ഈ ഒരു പീക്കിനെ അറിയപ്പെടുന്നത് ട്രക്കിംഗ് പാരഡൈസ് എന്നൂടെയാണ് കേട്ടോ. ആദ്യം നമ്മളിത് ഇതേപോലെ കുറേ ദൂരം മല കയറുകയാണ് കേട്ടോ. മല കയറാന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാം യൂട്ടേൺസ് ആണ്. യൂട്ടേൺസും ഹെയർ പിൻ വളവും ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദൂരം കറങ്ങിയാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തുന്നത്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തൊട്ടാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുക. അന്നേരമാണ് നമ്മൾ ഈ യഥാർത്ഥ
എന്താ പറയുന്നത്, ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ടൈമിലാണ്. അതുവരെ നമ്മൾ സാധാരണ റോഡിൽ കൂടെ പോകുന്ന ഒരു ഫീല്. പിന്നെ ഇവർ നല്ല സ്പീഡിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്, നല്ല അടിപൊളി സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ആ ഒരു സ്പീഡും ഈ വളവും ഹെയർ പിൻ വളവും കുലുക്കവും കാര്യങ്ങളൊക്കെ മാത്രമേ ആദ്യം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ യഥാർത്ഥ റൈഡ് ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥ റൈഡ് സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി ഗൈസ്. ഇനി അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ നല്ല അടിപൊളിയായിട്ട് കുലുങ്ങി മറിഞ്ഞുള്ള യാത്രയായിരിക്കും. ഫുള്ള് ഗ്രാവലും കാര്യങ്ങളൊക്കെയാണ്. അവർ നമ്മളോട് മാസ്കൊക്കെ എടുത്തോളാൻ പറയട്ടോ. മാസ്കോ അല്ലെങ്കിൽ ടവലൊക്കെ എടുത്ത് കെട്ടിയേക്കാൻ പറയാം. കാരണം അതേപോലെ പൊടി നല്ലോണം പറയും. കാരണം ഇവർ അതേമാതിരി സ്പീഡിലാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ വരും, പാറകളും കല്ലും അതേപോലെ ഗ്രാവലും ഒക്കെ കൂടെ നിറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഓഫ് റോഡ് റൈഡ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അധികം പൊടിയില്ലായിരുന്നു, പൊടി ഉണ്ടായിരുന്നു, എന്നാലും ഭയങ്കരമായിട്ട് പൊടി അങ്ങ് പറക്കുന്നില്ല. കാരണം ചെറുതായിട്ട് ഒരു ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. എന്നാലും അമ്മയും കുഞ്ഞമ്മയും ബാക്കി എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രം മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. നോക്കാം, നല്ല രീതിയിൽ പൊടിയൊക്കെ വരികയാണെങ്കിൽ മാസ്ക് വെക്കാം എന്നുള്ളൊരു ഉദ്ദേശിച്ച് കയ്യിൽ സംഭവം ഉണ്ടായിരുന്നു, എന്നാലും വെച്ചില്ല. അത്രയ്ക്കങ്ങ് പൊടി വന്നില്ല, എന്തോ ഭാഗ്യത്തിന് കേട്ടോ. നമ്മുടെ ഈ കുടജാദ്രി യാത്രയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഈ വണ്ടി ഓടിക്കുന്ന, ഈ ജീപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ കച്ചടായിട്ടൊക്കെ ഇരിക്കുന്നൊരു സംഭവമാണ്. എന്നാലും അവരത് ഓടിച്ചൊക്കെ പോകുന്നത് അത് അത്രയ്ക്ക് സ്കിൽഡായിട്ടുള്ള രീതിയിലാണ്. നമുക്കൊക്കെ അത് കണ്ട അപ്പുറത്തെ സൈഡിൽ കൊക്കയും ഇവിടെ കുഴി, അങ്ങനത്തെ ഒരു റോഡും പാറ, അതിൻ്റെയൊക്കെ മണ്ടക്കൂടാണ് അവരത്ര സ്പീഡിൽ ഓടിച്ച് കയറുന്നത്. അതൊക്കെ പ്രത്യേകതര ഒരു സ്കില്ലൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ചുമ്മാതാണോ ഇവിടെ ട്രെക്കിംഗ് പാരഡൈസ് എന്നൊക്കെ പറയുന്നത്? എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. നമ്മൾ മുകളിൽ എത്തിയിട്ടില്ല, മുകളിൽ എത്തുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു പകുതി വഴിയായിട്ടുണ്ട്. എങ്കിൽ തന്നെ നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് മണ്ടയ്ക്കൊക്കെ എത്താറായപ്പോഴത്തേക്കിന് തന്നെ ഭയങ്കരമായിട്ട് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. വെയിലായിരിക്കും, ചൂടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ പോയത്. എന്തോ ഭാഗ്യത്തിന് ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കോടയുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊന്ന് ചെറുതായിട്ട്, മഴയായിട്ടല്ല, എന്തോ മഞ്ഞുതുള്ളി പോലെ അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നതേ ഇല്ലായിരുന്നു. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങളത് കുടജാദ്രി എത്തി. അതായത് ജീപ്പ് ഇവിടം വരെ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കിയുള്ള മലയെല്ലാം നടന്ന് തന്നെയാണ് കയറേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ നടന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം. സോ അവിടെ അമ്പലമായിട്ടൊക്കെ ഉണ്ട്. സോ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ കോടയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് കാണാമല്ലോ, വീഡിയോയിൽ കാണാം. നല്ല രീതിയിൽ തന്നെ കോടയുണ്ട്, മഞ്ഞുണ്ട്. ആൻഡ് ഈ ഒരു സ്ഥലം മുഴുവൻ മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അണ്ടറിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ വരുന്നവരെ പ്രത്യേകം ഒരു ശ്രദ്ധിക്കും. കഴിവതും നിങ്ങൾ എന്തെങ്കിലും ഷൂസ് കാര്യങ്ങൾ ഇട്ടുകൊണ്ട് വരിക. അല്ലാത്ത ചെരുപ്പൊക്കെ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നടക്കാനായിട്ട്. കാരണം ഇത്രയും ദൂരം നമുക്ക് നടന്ന് കയറാനുള്ളതാണ്. സോ ഷൂസ് എന്തെങ്കിലും ഇട്ടാൽ കുറച്ച് നല്ലതായിരിക്കും. ഇനി ഇതേപോലൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. മുകളിലോട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് നടന്നു കയറി വരുമ്പോഴാണ് തീർത്ഥക്കുളം ഉള്ളത്. തീർത്ഥക്കുളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൗപർണിക നദി
ഈ കുടജാദ്രിയിൽ ഈ മലയിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ ഒറിജിൻ. അപ്പോൾ അവിടുന്ന് വരുന്ന ഉറവ ആ ഒരു വെള്ളമാണ് ഈ ഒരു കുളത്തിലെന്ന് പറഞ്ഞാൽ. ഇത് ഡ്രിങ്കിങ് വാട്ടർ പർപ്പസ് ആണ് കേട്ടോ. ഈ കുളത്തിലെ വെള്ളത്തിന് അത്രയ്ക്ക് പ്യുവറാണ്. അതേപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത്. ഇവിടെയാണ് മൂകാംബിക ദേവിയുടെ ആക്ച്വൽ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. അതായത് മൂലസ്ഥാനം ഇവിടെയാണ്. അതാണ് നമ്മളിവിടെ വന്ന് തൊഴുതിട്ട് വേണം എപ്പോഴും പോകാമെന്ന്. നമ്മൾ ദേവിയെ അവിടെ മൂകാംബിക അമ്പലത്തിൽ വന്ന് കണ്ടാലും നമ്മളിവിടെ മൂലസ്ഥാനത്ത് ഇവിടെ കുടജാദ്രിയിൽ വന്ന് തൊഴണം എന്നും കൂടെ അത് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ടാക്കി. ആദ്യം കയറാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു അണയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത് പ്രശ്നമല്ല കേട്ടോ. വയ്യാത്ത കൊച്ചുങ്ങളൊക്കെ നമ്മളിതേ നമ്മുടെ ആദ്യത്തെ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മല കയറി കഴിയുമ്പോൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കതേ ഇവിടെ വരെ വന്നുള്ളൂ. ഇതിന് മുകളിലോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. അവർ കുറച്ച് ദൂരം കയറിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും പോയിട്ട് വരുന്നിടം വരെ അവരിവിടെ റെസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്നാൽ നല്ല അടിപൊളിയാണ് കാണാൻ. സോ ഇനി നമുക്ക് പോകുന്നത് ഈ വഴിയാണ് കേട്ടോ. കുറേ കല്ലുകളും പാറകളും കാടുകളും ഒക്കെ ഉള്ളൊരു വഴിയാണ്. എന്നാലും നമ്മൾ എക്സൈറ്റഡ് ആണ് പോയിട്ട് വരാനായിട്ട്. സോ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ ഇരിക്കട്ടെ. അവർക്ക് കമ്പനിക്ക് കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ചില്ലാവട്ടെ. അപ്പം നമുക്ക് ബാക്കി മണ്ടയ്ക്കൊക്കെ പോയിട്ട് ചില്ലാവാം. നമുക്ക് നടന്നു പോകേണ്ട വഴിയിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര നാരോ ആയിട്ടുള്ള പാത്തായിരിക്കും കേട്ടോ. ഇത് തന്നെ ഉണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തവൻ തന്നെ അങ്ങനെയാണ്. ഇത്രയും സ്ഥലമേ ഉള്ളൂ നടക്കാൻ. ഇപ്പുറത്തെ സൈഡിൽ കൊക്കയാണ്. സോ വളരെ സൂക്ഷിച്ചാണ് ഇങ്ങനെ നടക്കാനായിട്ട്. ഈ നടക്കുന്നതും അതേപോലെ തന്നെയാണ്. അവിടെ ഇല്ല, ഇവിടെ അങ്ങനെ നമ്മളിത് കുറച്ച് മലയൊക്കെ കയറിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് ഒന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്ന് ബ്രീത്ത് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. കാണും കൂടൽമഞ്ഞ്. ഇതുപോലെ ഒരു സ്വർഗം ഭൂമിയിലുണ്ടോ? വയ്യാത്ത കൊച്ചുങ്ങളെല്ലാം പറയുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചില്ലായിട്ടാണ് പോകുന്നത്. നമ്മൾ ധൃതി വെച്ച് ഓടിക്കയറുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പം ഇതൊക്കെ ചില്ലായിട്ടൊക്കെ പോകാം. നല്ല പ്രായമുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കൊക്കെ പോകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൊക്കൂടാ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയറിയിട്ട് വരാം കേട്ടോ. ആരും ഇതൊരു പേടിക്കേണ്ട സംഭവമായിട്ട് കാണണ്ട. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം, അതായത് എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രക്കിംഗ് ചെയ്യാതിരുന്നാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ.
ഒരുപാട് കല്ലുകളും പാറകളും അതേപോലെ ചെറിയ കല്ലുകളും വലിയ കല്ലുകളും കാടും ഇങ്ങനെയൊക്കെ പല സെഷനിലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ട്രക്കിങ് പോകുന്നത്. ഒരേപോലുള്ള വഴികളല്ല, പല തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഫേസ് ചെയ്താണ് നമ്മൾ കയറി പോകേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, കഴിവതും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക് ട്രക്ക് ചെയ്യാനായിട്ട്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? സർവജ്ഞപീഠം കാണാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് കയറി വന്നത്. സോ ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് ദൂരെ അവിടെ കാണാൻ പറ്റും നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തും. സർവജ്ഞപീഠം, ശങ്കരാചാര്യർ തപസ് ചെയ്തിരുന്ന സ്ഥലം. ദ പ്ലേസ് വെയർ വൺസ് ആദിശങ്കര ഹാഡ് മെഡിറ്റേറ്റഡ് ആൻഡ് ദിസ് ഈസ് ദ സീറ്റ് ഓഫ് കംപ്ലീറ്റ് വിസ്ഡം. ഞങ്ങൾ മുകളിൽ എത്തിയപ്പോഴത്തേക്കിന് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ തിരക്കൊക്കെ മാറിയിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സോ വൺസ് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇതൊക്കെ കാണുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് കയറി വന്നാൽ, ഇത്രയും മല കയറി വന്നെങ്കിലും നമുക്കതിൻ്റേതായ യാതൊരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നമുക്കിവിടെ തോന്നിയില്ല കേട്ടോ. ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കോടയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റും നമുക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. നമ്മൾ ഇത്രയും ദൂരം നടന്ന് കയറി വന്നത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അത്രയ്ക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. സർവജ്ഞപീഠത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗണേഷ് ഗുഹ അല്ലെങ്കിൽ ചിത്രമൂല ഗുഹ എന്നൊക്കെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് അവിടോട്ട് പോകാനായിട്ട് അലൗഡ് അല്ല, അത് അവർ ക്ലോസ് ചെയ്തേക്കാണ്. കുറച്ച് നാരോ ആയിട്ടുള്ള പാത്താണ്, അതുകൊണ്ടൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആയത് കാരണം അതൊക്കെ അവർ ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ ഒരു ശിവലിംഗം, ഒരു നന്ദി പ്രതിഷ്ഠയുണ്ട് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെ റിലാക്സ് ആയതിനു ശേഷം നമ്മൾ തിരിച്ച് മലയൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് തിരിച്ചിറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. മാക്സിമം 6:30 ആണ്, അതിനുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞു. സോ നമുക്കിനി താഴെ എത്തിയിട്ട് കാണാം. കുടജാദ്രി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്കിന് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ പോയി തൊഴാന്ന് കരുതി അമ്പലത്തിൽ കുറേ ഇന്ന് തങ്കത്തേരിൻ്റെ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരുടെ. നമ്മുടെ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് നമുക്കത് കാണാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം കുറച്ച് തങ്കത്തേരിൻ്റെ സംഭവം രഥമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. Side up.
നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് ഇവിടെ അന്നദാനം ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് തന്നെ അന്നദാനമൊക്കെ കഴിച്ച് ലഡ്ഡുമൊക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രി കുറേ ടൈം വരെ നമുക്കിവിടെ നിൽക്കാമല്ലോ. അപ്പോൾ ഇതാണ് രഥം. നമ്മളിവിടെ രഥത്തിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ആൾക്കാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയോളം വരെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഈ കടകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കുറച്ച് കുപ്പികളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ സീ യു ദെൻ ബൈ.